ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റില് മൊഡ്യൂൾ 4 വരുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതായത് നമ്മൾ ഡയോഡ് എന്ന് പറയും. സോ ആ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഒരു ഫോർമേഷൻ കാര്യങ്ങൾ, അതിൻ്റെ ബയാസിങ്, അതിൻ്റെ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ വാട്ട് ഈസ് മീൻ ബൈ എ ഡയോഡ്? എന്താണ് ഒരു ഡയോഡ്? സോ ഡയോഡ് ഈസ് എ 2 ടെർമിനൽ ഡിവൈസ്, അതായത് 2 ടെർമിനൽസ് ഉള്ള ഒരു ഡിവൈസ് ആണ് ബേസിക്കലി എന്ത് പറയുന്നത്, ഡയോഡ് എന്ന് പറയുന്നത്. സോ ഡയോഡിന്റെ ഒരു സിമ്പൽ നമുക്ക് അറിയാം. സോ ഇറ്റ് ഈസ് ഹാവിംഗ് 2 ടെർമിനൽസ്, ദാറ്റ് ഈസ് ആനോഡ് ആൻഡ് കാഥോഡ്. 2 ടെർമിനൽസ് ആണുള്ളത്. സോ ഇതാണ് നമ്മൾ നോർമലി ലാബിൽ യൂസ് ചെയ്യുന്ന ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിലിക്കൺ ഡയോഡ് ആവാം, അല്ലെങ്കിൽ ജെർമേനിയം, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഡയോഡ് എന്ന് പറയുന്നത്. സോ ഈ ഡയോഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബയാസിങ്, ഫോർവേഡ് റിവേഴ്സ് ബയാസിങ് കേസ്, പിന്നെ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ ഇക്വേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഡയോഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പി ടൈപ്പ് മെറ്റീരിയലും N ടൈപ്പ് മെറ്റീരിയലും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഡയോഡ് ഫോം ചെയ്യുക. സോ പി ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ഡോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് 13ാമത്തെ ഗ്രൂപ്പ് ഡോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പി ടൈപ്പ് കിട്ടും. അതുപോലെ തന്നെ ഒരു ഇൻട്രിൻസിക് മെറ്റീരിയലിലേക്ക് 15ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ഡോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, N ടൈപ്പ് കിട്ടും. സോ പിയും Nഉം ചേർത്ത് വെച്ചാൽ കിട്ടുന്ന സ്ട്രക്ചർ ആണ് പി എൻ ജംഗ്ഷൻ, അല്ലെങ്കിൽ സിംപ്ലി ഡയോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ യൂണി ഡയറക്ഷണൽ കറന്റ് ഫ്ലോ, അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ കറന്റ് ഫ്ലോ ആണ് അതിലൂടെ ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഓൺ ആവാം, ഓഫ് ആവാം. ബേസിക്കലി ഇറ്റ് ഈസ് എ സ്വിച്ച്, അതൊരു സ്വിച്ച് ആണ്. ഓഫ് പൊസിഷനും ഓൺ പൊസിഷനും ആണ് ഉള്ളത്. ഫോർവേഡ് ബയസ് ആവുമ്പോൾ അത് ഓൺ ആണ്, റിവേഴ്സ് ബയസ് ആവുമ്പോൾ എന്താണ്, ഓഫ് ആണ്. ഇത്രയാണ് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ ഒരു ഡയോഡ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു പ്രൊസീജിയർ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ആൾറെഡി പറഞ്ഞു, ഡയോഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പി ടൈപ്പ് മെറ്റീരിയലും ഒരു N ടൈപ്പ് മെറ്റീരിയലും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, സോ വി ആർ ഹാവിങ് എ പി ടൈപ്പ് മെറ്റീരിയൽ ആൻഡ് N ടൈപ്പ് മെറ്റീരിയൽ. സോ പി ടൈപ്പിന്റെയും N ടൈപ്പിന്റെയും പ്രത്യേകം നമുക്ക് അറിയാം. N ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക, ഡോണർ ആറ്റംസ് ആണ് ആഡ് ചെയ്യുക. ഡോണർ ആറ്റംസ് 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. സോ ഓരോ ഡോണർ ആറ്റവും ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ ഫ്രീ ഇലക്ട്രോൺസ്, എക്സസ് ആയിട്ട് ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് എക്സസ് ഇലക്ട്രോൺസ് വിൽ ബിക്കം ദി ഫ്രീ ഇലക്ട്രോൺ. അതാണ് N ടൈപ്പിന്റെ കേസ്. പി ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 13ാമത്തെ ഗ്രൂപ്പ് എലമെന്റുമായിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്. സോ 13ാമത്തെ ഗ്രൂപ്പ് എലമെന്റിൽ ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, സോ അവിടെ ഹോൾ ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഓരോ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഓരോ ഹോൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിയും Nഉം വ്യത്യാസം, പിയില് മെജോറിറ്റി ആയിട്ട് ഹോൾസും Nല് മെജോറിറ്റി ആയിട്ട് എന്തുണ്ട്, ഇലക്ട്രോൺസും ആണ് ഉള്ളത്. Nല് ഡോണർ ആറ്റംസും പിയിൽ എന്താ ഉണ്ടാവുക, ആക്സെപ്റ്റർ ആറ്റംസും ആണ് ഉണ്ടാവുക. സോ അത് ആറ്റംസ് പിന്നെ അയോൺസ് ആയിട്ട് മാറും. ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യുമ്പോൾ ഡോണർ അയോൺ ആവും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും അതിനുണ്ടാവുക. ആക്സെപ്റ്റർ ആറ്റംസ് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ആക്സെപ്റ്റർ അയോൺസ് ആയിട്ട് മാറും. നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും ആക്സെപ്റ്റർ അയോൺസ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത് ചേർത്ത് വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ പിയില് ഹോൾസ് ആയിരിക്കും മെജോറിറ്റി, പിയിൽ ഹോൾസ് മെജോറിറ്റി. അതുപോലെ തന്നെ Nൽ എന്താണ്, ഇലക്ട്രോൺസ് മെജോറിറ്റി ആണ്. ഓക്കെ, പിയിൽ അപ്പോൾ ഹോൾസ് മെജോറിറ്റി ആകുമ്പോൾ പിയിൽ ഇലക്ട്രോൺസ് എന്തായിരിക്കും, മൈനോറിറ്റി ആയിരിക്കും. Nല് ഇലക്ട്രോൺസ് മെജോറിറ്റി ആകുമ്പോൾ ഹോൾസ് എന്തായിരിക്കും, മൈനോറിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് ജോയിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ദർ ഇസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അവിടെ എന്തുണ്ടാവും, ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവും. അതായത് പിയില് ഹോൾസ് എക്സസ് ആണ്, മെജോറിറ്റി ആണ്. Nൽ എത്തുമ്പോൾ ഹോൾസ് മൈനോറിറ്റി ആണ്. Nൽ ഇലക്ട്രോൺസ് മെജോറിറ്റി ആണ്, പിയില് ഇലക്ട്രോൺസ് എന്താണ്, മൈനോറിറ്റി ആണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, ഡിഫ്യൂഷൻ നടക്കും. സോ ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്സ് ഏതാണ്, ഡിഫ്യൂഷൻ പ്രോസസ് ആണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ due to this concentration gradient, diffusion will takes place. So holes will diffuse from P to N. So P to N directionല് ആര് ഡിഫ്യൂസ് ചെയ്യും, ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും. ആൻഡ് N to P directionല് ആര് ഡിഫ്യൂസ് ചെയ്യും, ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യും. സോ ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ജംഗ്ഷനോട് ചേർന്ന റീജിയണില്
ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. അതായത് നിയർ ദി ജംഗ്ഷൻ ഡ്യൂ ടു ദിസ് ഡിഫ്യൂഷൻ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്ന് നമ്മുടെ ജംഗ്ഷന്റെ അവിടെ ഒരു റീജിയൻ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ദി ഡിപ്ലീഷൻ റീജിയൻ. സോ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലുള്ള ഹോൾസിൽ വന്ന് ഓക്യുപ്പൈ ചെയ്യും. സോ അവിടെ ആ ഇലക്ട്രോണും ഫ്രീ ഇലക്ട്രോണും ഹോളും ഇല്ലാതാവുന്നു. അതാണ് റീകോമ്പിനേഷൻ. സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ജംഗ്ഷന്റെ അടുത്ത് ചെറിയൊരു റീജിയൻ ഫോം ചെയ്യും. ഇൻ ദാറ്റ് റീജിയൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ഇമ്മൊബൈൽ അയോൺസ്. ഇമ്മൊബൈൽ ആയിട്ടുള്ള ഡോണർ ആക്സെപ്റ്റർ അയോൺസ് ഉള്ള ഒരു റീജിയൻ ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. അതിനെന്താ പറയുക? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ വേറെ പേരെന്ന് സ്പേസ് ചാർജ് റീജിയൻ എന്നാണ് അതിനെ വേറെ വിളിക്കുന്ന പേര്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറെ പേരെന്താണ്? സ്പേസ് ചാർജ് റീജിയൻ. ഓക്കെ, സോ അതിന്റെ പ്രത്യേകത അവിടെ ഇമ്മൊബൈൽ അയോൺസ് മാത്രമേ ഉള്ളൂ. മൊബൈൽ അയോൺസ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ഒന്നുമില്ല, ഇമ്മൊബൈൽ അയോൺസ് ആണ് ഉള്ളത്. അപ്പൊ പി സൈഡും എൻ സൈഡും നമ്മൾ നോക്കുകയാണെങ്കിൽ പി സൈഡ് നമുക്കറിയാം ആക്സെപ്റ്റർ അയോൺസ്, നെഗറ്റീവ് ചാർജ് ഉള്ള ആക്സെപ്റ്റർ അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് എൻ സൈഡിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഡോണർ അയോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഈ അയോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ബേസിക്കലി നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ അയോൺസ് ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയനിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പ്ലസ് ടു മൈനസ്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ ഡെവലപ്പ് ചെയ്യുക. പ്ലസിൽ നിന്ന് മൈനസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. സോ ഈ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയിൽ നിന്ന് പിന്നീട് ഡിഫ്യൂഷൻ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെയും ഡിഫ്യൂഷൻ നടക്കണം. സോ പിന്നെയും ഡിഫ്യൂഷൻ നടക്കുക എന്ന് പറയുമ്പോൾ പിയിൽ നിന്ന് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഹോൾസ് പിയിൽ നിന്ന് എന്നിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് അതിനെന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ട് തന്നെ റിപ്പൽ ചെയ്യും. ഓക്കെ, അതുപോലെ എന്നിൽ നിന്ന് ഇലക്ട്രോൺസ് പിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസിന് തിരിച്ച് എൻ ടൈപ്പ് മെറ്റീരിയലിലേക്ക് തന്നെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബാരിയർ ആണ്. ആക്ച്വലി ഈ ഡിപ്ലീഷൻ റീജിയൻ വിൽ ആക്ട് ആസ് എ ബാരിയർ ആൻഡ് ഇറ്റ് വിൽ ഒപ്പോസ് ദി മൂവ്മെന്റ് ഓഫ് മെജോറിറ്റി കാരിയർ. മെജോറിറ്റി കാരിയറിന്റെ ഫർദർ മൂവ്മെന്റിനെ ഈ ഡിപ്ലീഷൻ റീജിയൻ ഒപ്പോസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫ്യൂഷൻ പ്രോസസ്സിനെ അത് ഒപ്പോസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അക്രോസ് ദിസ് ഡിപ്ലീഷൻ റീജിയൻ ആൻഡ് ദാറ്റ് വോൾട്ടേജ് ഈസ് കോൾഡ് ദി കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാരിയർ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. സോ വി ക്യാൻ കോൾ ദാറ്റ് വോൾട്ടേജ് ഡെവലപ്ഡ് അക്രോസ് ദി ഡിപ്ലീഷൻ റീജിയൻ. ആ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിനെ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളത് പഠിച്ചിട്ടുണ്ട്. സിലിക്കൺ ആണെങ്കിൽ ഒരു 0.7 വോൾട്ട് ഒക്കെയാണ് സിലിക്കണിന്റെ കേസിൽ ബാരിയർ പൊട്ടൻഷ്യൽ വരുന്നത്. ജർമേനിയൊക്കെ ആണെങ്കിൽ 0.3 0.4 ഒക്കെയാണ് ബാരിയർ പൊട്ടൻഷ്യൽ വരുന്നത്. സോ അത്രയും വോൾട്ടേജ് അവിടെ ഉണ്ട്. അപ്പൊ പിന്നീട് ഡിഫ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഡിഫ്യൂഷൻ അത് ഒപ്പോസ് ചെയ്യാണ് ചെയ്യുക. സോ പിന്നെ ഡിഫ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. സോ ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സ്റ്റേണൽ ബയാസ് കൊടുക്കണം. എക്സ്റ്റേണൽ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ബയാസ് ചെയ്താൽ മാത്രമേ പിന്നീട് ഇതിലൂടെ ഡിഫ്യൂഷനും കാര്യങ്ങളും നടക്കുക. ഫോർവേഡ് ബയാസ് കൊടുത്ത് നമ്മൾ ഈ ഒരു ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറച്ച് കൊണ്ടുവരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ആണ്. പിയും എന്നും നമ്മൾ ചേർത്ത് വെച്ചു. സോ പിയും എന്നും ചേർത്ത് വെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ബയാസ് വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല. സോ അൺബയാസ്ഡ് കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അവിടെ എങ്ങനെയാണ് ഈ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്? വൈ ഇറ്റ് ഈസ് കോൾഡ് പി എൻ ജംഗ്ഷൻ, അതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ പിയും എന്നും ജോയിൻ ചെയ്തു. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിയിൽ നിന്ന് എന്നിലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും, എന്നിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യും. സോ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്ന് ജംഗ്ഷന്റെ അവിടെ ഒരു റീജിയൻ ഫോം ചെയ്യും. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ദി ഡിപ്ലീഷൻ റീജിയൻ. സോ ഡ്യൂ ടു ദാറ്റ് ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ഫർദർ ഡിഫ്യൂഷനെ ഒപ്പോസ് ചെയ്യും. ഇറ്റ് വിൽ ആക്ട് ആസ് എ ബാരിയർ. അവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. അതിനെ നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്നാണ് പറയുക.
അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അവിടെ കറന്റ് ഫ്ലോ കാര്യങ്ങളൊന്നുമില്ല. ബയാസ്ഡ് കേസിൽ മാത്രമാണ് അതൊരു കറന്റ് ഫ്ലോയിലേക്ക് മെയിനായിട്ടും മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ അൺബയാസ്ഡ് കേസാണ് നമ്മൾ മെയിനായിട്ടും പറഞ്ഞത്. ഇനി ബയാസിങ് കൊടുത്തു കഴിഞ്ഞാൽ, ബയാസിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ഓൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കണം. സോ ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന്റെ കേസിൽ 2 ടൈപ്പ് ബയാസിങ് ആണ് ഉള്ളത്. ഫോർവേഡ് ബയസും ഉണ്ട്, റിവേഴ്സ് ബയസും ഉണ്ട്. സോ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും ഉണ്ട്. സോ ഫോർവേഡ് ബയസ് എന്ന് പറയുമ്പോൾ ഡയോഡ് നമ്മൾ ഓൺ ആയിട്ടാണ് സാധാരണ എടുക്കാറ്. എന്ന് പറയുമ്പോൾ ഫോർവേഡ് ബയസിൽ ഡയോഡിലൂടെ കറന്റ് ഫ്ലോ ചെയ്യും. സോ ഫോർവേഡ് ബയസിൽ ഡയോഡിലൂടെയുള്ള കറന്റ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം ആനോഡ് ടു കാഥോഡ് ആണ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് കറന്റ് ഫ്ലോ വരുന്നത്. റിവേഴ്സ് ബയസിൽ കറന്റ് ഫ്ലോ ഒന്നുമില്ല, നമ്മളത് ഓഫ് ആയിട്ടാണ് എടുക്കുക. എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആണ് നമ്മൾ ഡയോഡിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് എടുക്കാറ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ PN ജംഗ്ഷന്റെ കേസിലുള്ള ബയാസിംഗ് ആണ് പറയാൻ പോകുന്നത്. സോ ബയാസിംഗ് എന്ന് പറയുമ്പോൾ 2 ബയാസിംഗ് ആണ് നമുക്കുള്ളത്. റിവേഴ്സ് ബയാസിംഗും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഫോർവേഡ് ബയസിംഗ് ഉണ്ട്. ഓക്കെ, സോ റിവേഴ്സ് ബയസിംഗ് ഫോർവേഡ് ബയസിംഗ് തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. സോ ഫോർവേഡ് ബയസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു PN ജംഗ്ഷൻ ഉണ്ട്. സോ PN ജംഗ്ഷനിൽ P റീജിയൻ ഉണ്ട്, N റീജിയൻ ഉണ്ട്. ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. സോ P is connected to positive terminal. P is connected to positive terminal and N is connected to negative terminal. P is connected to positive polarity, N is connected to negative polarity. This is called the forward bias. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫോർവേഡ് ബയസ് എന്ന് പറയാം. സോ ഈ ഫോർവേഡ് ബയസിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, സോ എക്സ്റ്റേണലി നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ P is connected to positive and N is connected to എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇതാണ് ഫോർവേഡ് ബയസ്. ഈ ഫോർവേഡ് ബയസിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റി ആണുള്ളത്, പിയിൽ എന്താണുള്ളത്, ഹോൾസ് ആണുള്ളത്. സോ ഈ ഹോൾസിനെ ഈ പോസിറ്റീവ് പൊളാരിറ്റി എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. സോ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദിസ് ജംഗ്ഷൻ. അതുപോലെ തന്നെ ഈ സൈഡ് നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് പൊളാരിറ്റി N സൈഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രോൺസിന് അതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. സോ ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദി PN ജംഗ്ഷൻ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് അങ്ങ് കുറയുകയാണ് ചെയ്യുക. സോ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാരിയർ കുറയുകയാണ് ചെയ്യുക. സോ ബാരിയർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്താൽ പിന്നെ എന്തുണ്ടാവും, ഈ ഒരു ജംഗ്ഷനിലൂടെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഹോൾ ഫ്ലോ നടന്ന് കറന്റ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ കറന്റ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, വളരെ ഹൈ കറന്റ് ആയിരിക്കും ഫോർവേഡ് ബയസിൽ ഫ്ലോ ചെയ്യുക. ദാറ്റ് മീൻസ് ദ ഡയോഡ് വിൽ ടേൺ ഓൺ. ഡയോഡ് എന്താവും, ഫോർവേഡ് ബയസിൽ ഓൺ കണ്ടീഷനിലേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം ഷോർട്ട് സർക്യൂട്ടായി, സ്വിച്ച് ഓൺ ആയി എന്നുള്ളത് നമുക്ക് ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഫോർവേഡ് ബയസിൽ സംഭവിക്കുക. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇനി റിവേഴ്സ് ബയസ് എന്ന് പറയുമ്പോൾ നമ്മൾ P is connected to negative and N is connected to positive. P is connected to negative and N is connected to positive എന്ന് പറയുമ്പോൾ Pയിൽ നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്യും, Nൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യും, പോസിറ്റീവ് കണക്ട് ചെയ്യും. സോ ഇഫ് ദ വോൾട്ടേജ് ഈസ് കണക്റ്റഡ് ലൈക്ക് ദിസ്, ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആണ്. സോ ഹോൾസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഹോൾസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഇത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് നമ്മുടെ പൊളാരിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. സോ ദാറ്റ് ദ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുക. സോ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയർ കൂടുകയാണ് ചെയ്യുക. ബാരിയർ എന്ന് പറഞ്ഞാൽ ആൾറെഡി അതൊരു ഒപ്പോസിഷൻ ആണ്. ഇനി നമ്മൾ ബയാസിംഗ് കൂടെ കൊടുത്തിട്ട് ആ വിഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഒപ്പോസിഷൻ കൂടി. സോ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഇൻക്രീസസ്. സോ ദാറ്റ് പിന്നെ അവിടെ ഡിഫ്യൂഷൻ നടക്കുമോ, ഡിഫ്യൂഷൻ നടക്കില്ല. ദാറ്റ് മീൻസ് സിഗ്നിഫിക്കൻറ്റ് കറന്റ് ഫ്ലോ ഒന്നും തന്നെ റിവേഴ്സ് ബയസിൽ ഇല്ല. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വിഡ്ത്ത് കൂടിയാൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഡിപ്ലീഷൻ റീജിയനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഡോണർ ആക്സെപ്റ്റർ അയോൺസ് ഉള്ളത് കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ ആണ് നടക്കുക. ആ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയർ. മെജോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റ് അല്ല, മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റ് ആണ്.
ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് നമുക്കറിയാം കോൺസെൻട്രേഷൻ വളരെ കുറവുള്ള കാരിയേഴ്സ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. അപ്പൊ മൈനോറിറ്റി കാരിയേഴ്സ് വളരെ എണ്ണം കുറവാണ്. സോ ഡ്രിഫ്റ്റ് നടക്കുന്നത് അപ്പൊ എന്തായിരിക്കും, ആ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റ് ആയതുകൊണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, വളരെ ചെറിയ കറണ്ട് ആണ് റിവേഴ്സ് ബയസിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ആ റിവേഴ്സ് ബയസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ കറണ്ടിനെ പറയുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് അല്ലെങ്കിൽ ലീക്കേജ് കറന്റ് എന്ന് നമ്മൾ പറയും. നമ്മൾ അതിന് സിംപ്ലി IS അല്ലെങ്കിൽ I0 എന്നാണ് പറയുക. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് അല്ലെങ്കിൽ ലീക്കേജ് കറന്റ് എന്ന് പറയും. ഓക്കെ, സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ വളരെ ചെറുതാണ്. ഫോർവേഡ് ബയസ് കറന്റ് നമുക്ക് ഏകദേശം ഒരു മില്ലി ആംബിയർ റേഞ്ചിലൊക്കെയാണ് ഫോർവേഡ് ബയസ് കറന്റ് വരുന്നതെങ്കിൽ റിവേഴ്സ് ബയസ് കറന്റ് വരുന്നത് മൈക്രോ ആംബിയർ അല്ലെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിലൊക്കെയാണ് വരിക. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡ്രിഫ്റ്റ് ഓഫ് ദി മൈനോറിറ്റി കാരിയർ. ഫോർവേഡ് ബയസിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫ്യൂഷൻ ഓഫ് ദി മെജോറിറ്റി എണ്ണം കൂടുതലാണ്, അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും കൂടുതലാണ്. അതുകൊണ്ടാണ് അത് മില്ലി വന്നത്. ഇവിടെ മൈനോറിറ്റി അളവ് കുറവാണ്, എണ്ണം കുറവാണ്, അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടും എന്തായിരിക്കും, വളരെ കുറവാണ്. അതുകൊണ്ടാണ് മൈക്രോ അല്ലെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിൽ വന്നത്. അപ്പൊ ഫോർവേഡ് ബയസിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞ് ഡിഫ്യൂഷൻ ഈസി ആയിട്ട് നടക്കും. റിവേഴ്സ് ബയസിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കൂടും, ഡിഫ്യൂഷൻ നടക്കില്ല. പകരം മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റ് കൊണ്ട് ചെറിയ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഇനി നമ്മൾ റിവേഴ്സ് ബയസ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ നടക്കുന്ന ഒരു ഫിനോമിനാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. റിവേഴ്സ് ബയസിൽ നമ്മുടെ PN ജംഗ്ഷനിൽ ബ്രേക്ക് ഡൗൺ നടക്കും. സോ ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ സെനർ ബ്രേക്ക് ഡൗൺ, ഇതൊക്കെയാണ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം. സോ ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ കറണ്ട് റാപ്പിഡ് ആയിട്ട് റിവേഴ്സ് ബയസിൽ കൂടുകയാണ് ചെയ്യുക. പക്ഷെ റിവേഴ്സ് ബയസ് നമ്മൾ പ്രിഫറബിളി യൂസ് ചെയ്യാത്ത ഒരു റീജിയൺ ഓഫ് ഓപ്പറേഷൻ ആണ്. നമുക്ക് വേണ്ടത് ഏതാണ്, ഫോർവേഡ് ബയസ് ആണ് വേണ്ടത്. റിവേഴ്സ് ബയസ് നമ്മൾ യൂസ് ചെയ്യും, അത് സെന ഡയോഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡയോഡാണ് നമ്മൾ റിവേഴ്സ് ബയസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ അപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ സെന ഡയോഡ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ബയാസിങ്, രണ്ട് ബയാസിങ്, ഫോർവേഡും റിവേഴ്സും. അപ്പൊ ഈ രണ്ട് ബയാസിങ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ആക്സിസിൽ നമ്മൾ വോൾട്ടേജ് എടുക്കും, വൈ ആക്സിസിൽ നമ്മൾ എന്തെടുക്കും, കറണ്ട് എടുക്കും. ഇതാണ് നമ്മുടെ ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ വോൾട്ടേജ് പോസിറ്റീവും ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഫോർവേഡ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വർക്കിംഗ് പറഞ്ഞു, ഇനീഷ്യലി ഒരു സിലിക്കൺ ഡയോഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 0.7 വരെയൊക്കെ എന്താണ്, കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. ബിക്കോസ് ഡിപ്ലീഷൻ റീജിയൺ അവിടെ ഉണ്ട്. ആ ഡിപ്ലീഷൻ റീജിയൺ ഒരു ബാരിയർ ഫോം ചെയ്തുകൊണ്ട് 0.7 വരെ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് ആ ഡിപ്ലീഷൻ റീജിയനെ ഓവർകം ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനീഷ്യലി അപ് ടു ദിസ് വോൾട്ടേജ്, ഈ 0.7 സിലിക്കണിന്റെ കേസാണ് ഞാൻ പറയുന്നത്, 0.7 വരെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ഇനി എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ദിസ് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ, ഇതിനെ നീ വോൾട്ടേജ് എന്നും പറയാറുണ്ട്. ഈ 0.7 നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്നൊക്കെ പറയാറുണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എപ്പോഴാണോ ഈ 0.7നേക്കാളും ഗ്രേറ്റർ ആവുന്നത്, ദെൻ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറഞ്ഞു, സോ ഒപ്പോസിഷൻ കുറഞ്ഞു, സോ കറണ്ട് ഈസി ആയിട്ട് ഡിഫ്യൂഷൻ നടന്ന് കറണ്ട് പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുക. എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ് ഫോർവേഡ് ബയസ് കറണ്ടിൽ ഉണ്ടാകുന്നത്. ഫോർവേഡ് ബയസ് കറണ്ട് ഞാൻ ആൾറെഡി പറഞ്ഞു, അത് മില്ലി ആംബിയർ റേഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ അതാണ് ഫോർവേഡ് ബയസിന്റെ കേസ്. ഇനി റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൊളാരിറ്റി നേരെ റിവേഴ്സ് ചെയ്തു. സോ റിവേഴ്സ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് കറണ്ട് ഫ്ലോ നമ്മുടെ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല. പക്ഷെ ഡയോഡിലൂടെ ചെറിയൊരു ഡ്രിഫ്റ്റ് കൊണ്ട് ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഒരു ചെറിയ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീക്കേജ് കറണ്ട്. അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് ദ ലീക്കേജ് കറണ്ട്. ഇതാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ I0 അല്ലെങ്കിൽ IS എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ലീക്കേജ് കറണ്ട്. സോ കറണ്ട് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കറണ്ട് 0 എന്ന് തന്നെ പറയാം, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം. ഇനി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ റിവേഴ്സ് ബയസിൽ എന്ത് നടക്കും, ബ്രേക്ക് ഡൗൺ നടക്കും. അതാണ് ഇവിടെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ എന്ത് നടക്കും, ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും,
പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുക. റിവേഴ്സ് കറണ്ട് ഞാൻ പറഞ്ഞു മൈക്രോ ആംബിയർ അല്ലെങ്കിൽ നാനോ ആംബിയറിലായിരിക്കും റിവേഴ്സ് കറണ്ട് ഉണ്ടാവുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഫോർവേഡ് ബയസിലുള്ള ഗ്രാഫാണ്. ഇത് ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ ഈ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സ് ബയസ് കണ്ടീഷനിലുള്ള ഗ്രാഫാണ്. ഓക്കെ, സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദ കറന്റ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ ഡയോഡ് ഈസ് ഗിവൺ ബൈ ഷോക്ലീസ് ഇക്വേഷൻ. സോ ഷോക്ലീസ് ഇക്വേഷൻ എന്നാണ് ആ ഇക്വേഷൻ അറിയുന്നത്, ഒരു ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. സോ കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I is equal to I0 into the current that flows through a diode. I is equal to I0 into e raised to q VA by KT minus 1. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓരോ ടേമും നോട്ട് ചെയ്യുക. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അത് ഫോർവേഡ് ബയസിലാണെങ്കിൽ ആനോഡ് ടു കാഥോഡ് ആണ് കറണ്ടിന്റെ ഫ്ലോ. റിവേഴ്സ് ബയസിലാണെങ്കിൽ കാഥോഡ് ടു ആനോഡ് ആയിരിക്കും കറണ്ട് ഫ്ലോ വരുന്നത്. ഓക്കെ, ലീക്കേജ് കറണ്ട് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കും. സോ I is equal to I0. I0 ആണ് നമ്മുടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ഇൻറ്റു ഇ റേസ് ടു Q. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആണ്. VA എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ബയാസിങ് വോൾട്ടേജ് ആണ് VA. ഫോർവേഡ് ബയസ് ആകുമ്പോൾ VA പോസിറ്റീവ് ആവാം, റിവേഴ്സ് ബയസ് ആകുമ്പോൾ VA എന്താണ്, നെഗറ്റീവ് ആണ്. ബൈ KT. K ഈസ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ -1. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പോണൻഷ്യൽ ടേം കാണാം. സോ ഈ എക്സ്പോണൻഷ്യൽ ടേം വരുന്നതുകൊണ്ടാണ് ഫോർവേഡ് ബയസിൽ കറണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് എക്സ്പോണൻഷ്യൽ, VA പോസിറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് എക്സ്പോണൻഷ്യൽ വരുന്നതുകൊണ്ടാണ് ഗ്രാഫ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇതിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. I0 is equal to ഇത് ആഫ്റ്റർ ഡെറിവേഷൻ കിട്ടുന്നതാണ്, ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഞാൻ എക്സ്പ്രഷൻ പറയാം. QA ഇൻറ്റു DN/NI സ്ക്വയർ ബൈ LN/NA പ്ലസ് DP/NI സ്ക്വയർ ബൈ LP/ND. ഓക്കെ, ഇതിൽ Q ചാർജ് ആണ്, A ഏരിയ ആണ്, DN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ് ഫോർ ഇലക്ട്രോൺ, NI ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ ആണ്, DP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഫോർ ഹോൾ ആണ്, LN/NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ ലെങ്ത് ഫോർ ഇലക്ട്രോൺ ആൻഡ് ഹോൾ ആണ്. സോ ഈ ഒരു ടേം ആണ് നമ്മൾ, ഈ ഒരു ടേമിന് പകരമാണ് നമ്മൾ I0 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. സോ I0 പറയുന്ന പേര് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ്. ഇതാണ് ഡയോഡ് ഇക്വേഷൻ. ഈ ഡയോഡ് ഇക്വേഷന് പറയുന്ന പേര് ഷോക്ലീസ് ഇക്വേഷൻ എന്നാണ്. ഷോക്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഷോക്ലീസ് ഇക്വേഷൻ. ഓക്കെ, സോ ഇതാണ് ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ക്ലിയർ ആണല്ലോ? സോ കറണ്ടിന്റെ എക്സ്പ്രഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി PN ജംഗ്ഷൻ ഡയോഡ്, അതായത് എങ്ങനെയാണ് ഡയോഡ് ഫോം ചെയ്യുന്നത്, സോ ഡയോഡിന്റെ ഒരു വർക്കിംഗ്, ആ ഫോർമേഷൻ എങ്ങനെയാന്നുള്ളതും, ബാരിയർ എങ്ങനെ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെ ഫോം ചെയ്യുന്നു, അതിന് ബയാസ് ചെയ്താനുള്ള കേസ്, ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സോ അതിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം, സോ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.